കൊല്ലത്തുനിന്ന് പുറത്തു വരുന്നത് കേരള മനസാക്ഷ്യത്തിന് ഞെട്ടിക്കുന്ന തികച്ചും അവിശ്വസനീയമായ ക്രൂരമായ ഒരു വാർത്ത കൂടിയാണ്. ഒരു കുടുംബജീവിതത്തിന്റെ പവിത്രതയും പരസ്പര വിശ്വാസത്തെയും പൂർണ്ണമായും തച്ചുടച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ വിദേശത്ത് വെച്ച് ഒളിഞ്ഞു നിന്ന് പകർത്തി അത് പോൺ സൈറ്റുകളിൽ വിൽപ്പന നടത്തിയ ഭർത്താവിനെതിരെ കൊല്ലം സ്വദേശിയായ യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കേവലം ഒരു തട്ടിപ്പിനെല്ലാം അപ്പുറം ഒരു സ്ത്രീയുടെ മാനവും അന്തസ്സും വ്യക്തിജീവിതവും ഒരുപോലെ ഹനിക്കുന്ന അതിക്രൂരമായൊരു കുറ്റകൃത്യമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. വിദേശത്ത് ഒരുമിച്ച് താമസിക്കുന്ന കാലയളവിലാണ് ഈ ക്രൂരതയെല്ലാം അരങ്ങേറുന്നത്. പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയ ശേഷമാണ് തൻ്റെ ദൃശ്യങ്ങളെല്ലാം വ്യാപകമായി പോൺ സൈറ്റുകളിൽ പ്രചരിക്കുന്നുണ്ടെന്ന വിവരം യുവതി അറിയുന്നത്. വിശ്വസിച്ച പങ്കാളി തന്നെ ഇത്തരത്തിൽ വഞ്ചിക്കുന്നത് ഒരിക്കലും ഒരു യുവതി കരുതിയിട്ടുമുണ്ടാകില്ല. സുഹൃത്തുക്കൾ വിളിച്ചറിയിക്കുമ്പോഴാണ് താൻ ചതിക്കപ്പെട്ടു എന്നുള്ള വിവരം ഇവർ അറിയുന്നത് തന്നെ. ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി കൊല്ലം ജില്ലയിലാകെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കിടപ്പുറ ദൃശ്യങ്ങൾ ഭർത്താവ് തന്നെ മൊബൈൽ ഫോണിൽ ഒളിപ്പിച്ചു വെച്ച് പകർത്തുകയും അത് മറ്റ് അശ്ലീല സൈറ്റുകൾക്ക് പണത്തിന് വേണ്ടി മാത്രമായി വിൽക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം ഏതൊരു പെണ്ണിനും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം കൂടിയാണ്. എന്നാൽ ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ ഇവർ ആത്മഹത്യയിലോ അല്ലെങ്കിൽ മറ്റ് തീവ്രമായ തീരുമാനങ്ങളിലോ അല്ല അഭയം തേടിയത്. മറിച്ച് ഈ പ്രതിസന്ധിയെ നിയമപരമായും ശക്തമായി നേരിടാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത്. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഇവർ ഭർത്താവിനെ നേരെയാക്കാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. ഇയാളുടെ മാനസിക നിലയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന സംശയത്തിൻ്റെ പുറത്താണ് നാട്ടിൽ വെച്ച് ഇയാളെ കൗൺസിലിങ്ങിന് വിധേയനാക്കാൻ ഈ യുവതി തയ്യാറായത്. ഭർത്താവിനെ പഴയൊരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഭാര്യ എന്ന നിലയിൽ അവർ പരമാവധി ശ്രമിച്ചു നോക്കി. എന്നാൽ സ്വന്തം തെറ്റ് തിരുത്താൻ തയ്യാറാകാത്ത ആ മനുഷ്യൻ ക്രൂരമായ രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത്. കൗൺസിലിങ്ങിനായി കൊണ്ടുപോകാൻ നിർബന്ധിച്ചപ്പോഴൊക്കെ ഇയാൾ പ്രകോപിതനാവുകയും യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള മർദ്ദനങ്ങളാണ് ഈ യുവതിക്ക് പിന്നീട് നേരിടേണ്ടി വന്നതും. ഒടുവിൽ കടുത്ത ശാരീരിക പീഡനങ്ങളെ തുടർന്ന് ഗുരുതരമായ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഇവർ ഈ ദാരുണമായ അനുഭവം പോലീസിന് മുന്നിലെത്തിക്കുന്നത്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വകാര്യമായ നിമിഷം. ആ നിമിഷത്തിൽ എനിക്ക് കാണാനാണ്, എനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ഒളിച്ചു വെച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. ആ ദൃശ്യങ്ങൾ ഒരു ഇതുമില്ലാതെ നേരെ കൊണ്ടുവന്ന് പോൺ സൈറ്റുകളിൽ വിറ്റ് ആ കാശ് വാങ്ങി സുഖജീവിതം നയിക്കുന്നു. ഇതാണ് ഭാര്യ ഭർത്താവിനെതിരെ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. ഇതിൽ പലതവണ ഈ യുവതി ഇയാളോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞത് ശരിയല്ല, ചെയ്യരുത്, അതങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, ഞാൻ കണ്ടാൽ എന്താണ് കുഴപ്പം, ഞാൻ എടുത്താൽ എന്താണ് കുഴപ്പം എന്നുള്ളതായിരുന്നു ഇയാൾ ആവർത്തിച്ച് ഈ യുവതിയോട് പറഞ്ഞിരുന്നത്. ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരള പോലീസ് അതിവേഗത്തിലുള്ള പ്രാഥമിക നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. യുവതിയുടെ പരാതി എത്രത്തോളം കഴമ്പുള്ളതാണെന്ന് പരിശോധിക്കാനും കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുമാണ് പോലീസിൻ്റെ എല്ലാം നീക്കം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അശ്ലീല സൈറ്റുകളിൽ ഇട്ടതായി പറയപ്പെടുന്ന ദൃശ്യങ്ങളും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും തെളിവുകളായി യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കേസ് വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ അടക്കമുള്ള മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായ എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്തി ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഭർത്താവ് ഈ ദൃശ്യങ്ങൾ ഏതൊക്കെ സൈറ്റുകൾക്കാണ് വിറ്റത്, ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും വലിയ റാക്കറ്റുകളുടെയോ സംഘങ്ങളുടെയോ പിന്തുണയുണ്ടോ എന്നൊക്കെയാണുള്ള കാര്യങ്ങൾ പോലീസ് ആഴത്തിൽ അന്വേഷിക്കുന്നുണ്ട്. സംഭവം വിദേശത്ത് വെച്ച് നടന്നതായതുകൊണ്ട് തന്നെ കേരള പോലീസിന് അന്വേഷണത്തിൽ ചില സാങ്കേതികമായ പരിമിതികൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എങ്കിലും ലഭ്യമായ എല്ലാ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായതെല്ലാം പോലീസ് ചെയ്യുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. പരാതി നൽകിയതറിഞ്ഞ ഉടൻ തന്നെ ഈ കേസിലെ പ്രതിയായ ഭർത്താവ് ഒളിവിൽ ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇയാൾക്കായുള്ള ഊർജിത അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്തതുമായ അതിദാരുണമായ സംഭവ വികാസങ്ങളാണ് ഈ കുടുംബത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ സമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെ വേദനിപ്പിക്കുന്ന ചില പ്രതികരണങ്ങളും വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ഈ യുവതി ഇത്തരം ദൃശ്യങ്ങൾ പകർത്താൻ കൂട്ടുനിന്നു, സ്വന്തം ആവശ്യങ്ങൾക്ക് എടുത്തതാണെന്ന് വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇരയായ സ്ത്രീക്ക് നേരെയും സോഷ്യൽ മീഡിയ വഴി ചിലർ ഉയർത്തുന്നുമുണ്ട്, പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ എത്രത്തോളം കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. സ്വകാര്യ ആവശ്യങ്ങൾക്കോ സ്വന്തമായി കാണുന്നതിന് വേണ്ടി മാത്രം ചിത്രീകരിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ്
ഈ യുവതിയെ ഇയാൾ കബളിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലോ പോൺ സൈറ്റുകളിലോ തൻ്റെ കിടപ്പുറ ദൃശ്യങ്ങൾ പരസ്യമാക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീയും അതിന് സമ്മതിക്കില്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും അത്യാവശ്യ ബോധമുള്ള പൊതുജനങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ കുറ്റവാളി ആ ഭർത്താവ് മാത്രമാണ്. നിരപരാധിയായ ആ യുവതിയല്ല കുറ്റക്കാരി എന്ന ബോധ്യം സമൂഹം ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ കരുതലിനും ആ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത്. അവിടെ രണ്ടുപേരുടെയും വിശ്വാസം ഒരുപോലെ ഉണ്ടാക്കണം, രണ്ടുപേരുടെ സ്നേഹം ഉണ്ടാകണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുന്നത് ആ ഇഷ്ടത്തിലും ആ സ്നേഹത്തിലും ആ വിശ്വാസത്തിലും അയാൾ കാണിച്ച ചതിയാണ് പിന്നീട് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നത്. ആലോചിക്കണം, തങ്ങൾ രണ്ടുപേരുടെ സ്വകാര്യമായ നിമിഷങ്ങൾ, അവരുടെ സ്വകാര്യമായ സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങൾ ഇപ്പോഴിതാ ലോകത്തിരിക്കുന്ന ഓരോരുത്തരും തൻ്റെ മൊബൈൽ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതറിയുന്ന ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എത്രത്തോളം ആയിരിക്കുമെന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായി ചേർന്നുകൊണ്ടുള്ള ലൈംഗിക ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പ്രചരിക്കുന്നുണ്ട്. അത് രണ്ടുപേരുടെ സമ്മതപ്രകാരം ചെയ്യുന്ന ഈ വീഡിയോസും വലിയ തരത്തിൽ കച്ചവടമായി മാറുന്നുമുണ്ട്. നമുക്കറിയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരത്തിലിരിക്കുന്ന വലിയ ഫാൻ ഫോളോവേഴ്സൊക്കെ ഉള്ള നിരവധി പേർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോലും പണമടച്ച് ഈ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതും പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് രണ്ടുപേരുടെ സമ്മതത്തോടെയാണോ എന്നുകൂടെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ കൃത്യമായും പച്ചയ്ക്ക് സ്വന്തം ഭാര്യയെ പറ്റിച്ച് ചതിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ കേസിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഇവരുടെ 4 വയസ്സുള്ള പിഞ്ചു കുട്ടിയുടെ മുന്നിൽ വെച്ച് പോലും ഈ ഭർത്താവ് അശ്ലീല ചേഷ്ടകൾ കാണിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്വന്തം കുടുംബത്തോടും പൈതലായ കുഞ്ഞിനോടും ഒട്ടും നീതി പുലർത്താത്തതിലുള്ള മാനസിക നിലയാണ് ഇയാൾക്കുള്ളതെന്നാണ് വിവരങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അതായത് കുട്ടിയുടെ മുന്നിൽ വെച്ച് പോലും ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് കുട്ടിയുടെ മാനസിക വളർച്ചയെ തന്നെ സാരമായി ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. ഇവിടെ വേറൊരു കാര്യം, ഈ കുട്ടിയുടെ മുന്നിൽ, അതായത് 4 വയസ്സായ പെൺകുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് പോലും പോൺ വീഡിയോസ് കണ്ട് സ്വയം ഭോഗം ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പോലും പുറത്തു വരുന്നത്. ആലോചിക്കണം, സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് സ്വയം ഭോഗം ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വിഷയത്തിലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയുള്ളവർ സമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടി അർഹമായ ശിക്ഷ നൽകേണ്ടത് ഈ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. വിദേശത്ത് വെച്ച് ഈ കൃത്യം നടത്തിയ ശേഷം അത് വിവിധ സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്ത് പണം സമ്പാദിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഈ സൈറ്റുകളിലൂടെ ഇയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട്. ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ പൂർണ്ണമായി പരിശോധിക്കാൻ സൈബർ സെല്ലിൻ്റെ സഹായവും പോലീസ് തേടുന്നുമുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കാനും പോൺ സൈറ്റുകളിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാനുമുള്ള നിയമപരമായ നടപടികളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യും. യുവതി അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ വളരെ വലുതാണ്. ഭർത്താവിൽ നിന്ന് ഇത്തരത്തിലുള്ള ക്രൂരത നേരിട്ടിട്ടും തളർന്നു പോകാതെ നിയമപരമായി പോരാടാൻ മുന്നോട്ട് വന്ന ആ യുവതിയുടെ ധൈര്യം തീർച്ചയായും അഭിനന്ദനാർഹം കൂടിയാണ്. ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ആഘാതം കൂടിയാണിത്. താൻ ചതിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അവർ അനുഭവിച്ച മാനസിക വേദന വാക്കുകൾക്കെല്ലാം അതീത കൂടിയാണ്. നാട്ടിലെത്തി കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടും ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരികയോ പകരം ക്രൂരമായ മർദ്ദനം സമ്മാനിക്കുകയോ ചെയ്തതോടെയാണ് ഇവർ ഈ ബന്ധം അവസാനിപ്പിക്കാനും നിയമത്തിൻ്റെ വഴി തേടാനും തീരുമാനിച്ചത്. ഇനി ഇയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ദയയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും പരമാവധി നിയമ നടപടികൾ സ്വീകരിച്ച് ഇയാളെ തുറങ്കിലടക്കണമെന്നുമാണ് ആ യുവതിയുടെ ബന്ധുക്കളുടെയും ശക്തമായ ആവശ്യം. കേരള പോലീസും ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകളാണ് പോലീസ് ശേഖരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായുള്ള തെരച്ചിൽ കേരളത്തിനകത്തും പുറത്തുമായി ഊർജിതമാക്കിയിട്ടുമുണ്ട്. താമസിയാതെ തന്നെ പ്രതി പിടിയിലാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളെല്ലാം വ്യക്തമാക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ശക്തമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകൾ സമൂഹത്തിൽ ആവർത്തിക്കാതെയും ഇരിക്കുകയുള്ളൂ. ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണ വിവരങ്ങളും കോടതി നടപടികളും എന്തൊക്കെയാണെന്ന് അറിയാൻ വലിയ ആകാംക്ഷയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ആലോചിക്കണം, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധം ഭർത്താവ് തന്നെ രഹസ്യമായി വിറ്റ് കാശാക്കുന്നു എന്നുള്ളത് കേരള സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്ന വാർത്തയാണ്.